ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ജൂലൈ മാസവും കൂടെ പൂർത്തിയായിരിക്കുന്നു. ഓഗസ്റ്റ് മാസത്തിന്റെ വലിയൊരു അനുഗ്രഹത്തിലേക്കൊക്കെ നാളെ നമ്മൾ പ്രവേശിക്കുകയാണ്. ജൂലൈ മാസം നമുക്കറിയാം, ഒത്തിരിയധികം വിശുദ്ധരുടെ തിരുനാൾ നമ്മൾ ആഘോഷിച്ച ഒരു മാസമായിരുന്നു. 7 മാസങ്ങൾ എങ്ങനെ 2026 കടന്നുപോയി. കർത്താവ് നമുക്ക് അനുഗ്രഹങ്ങളുടെ ഒരു യാത്രയെ സമ്മാനിച്ചു. ഇടയ്ക്ക് വന്ന വീഴ്ചകളിലും സങ്കടങ്ങളിലും ഒക്കെ അതിജീവിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. പ്രത്യേകിച്ച് ഈ ഒരു മാസം ഒരുപാട് വിശുദ്ധരുടെ മാധ്യസ്ഥം നമുക്ക് ശക്തി നൽകിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മാസം അവസാനിക്കുമ്പോൾ വിശുദ്ധരെ ഒത്തിരി പേരെ നമ്മൾ ഈ ഒരു മാസം ഓർത്തപ്പം ഇപ്പോൾ ഈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസത്തിൽ ഈശോ നമുക്കൊരു വിളി ഇങ്ങനെ തരുന്നുണ്ട്, വിശുദ്ധിയിലേക്കുള്ളൊരു വിളി. ജോയൽ 2:12 നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, ഇപ്പോഴെങ്കിലും പൂർണ്ണ ഹൃദയത്തോടെ ഉപവാസത്തോടെ നിലവിളിയോടെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരിക. ഒത്തിരി സ്നേഹത്തോടെ ഈശോ ഈ വിശുദ്ധരുടെ വഴിയെ നടന്ന് ഈശോയിലേക്ക് നമ്മളും എത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു വിളി തരികയാണ്. പൗലോസ്ലീഹ നമ്മളോട് പറഞ്ഞു തരികയല്ലേ, 1 തെസ്സലോനിക്കർ 4:7, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. സോ പ്രേ, ഈശോയെ എനിക്ക് കുറേയും കൂടെ വിശുദ്ധിയിൽ ജീവിക്കാൻ വരുന്ന കുറച്ച് മാസങ്ങൾ, 2026 പൂർത്തിയാകാനുള്ള കുറച്ച് മാസങ്ങളേ ഉള്ളൂ. പകുതി കഴിഞ്ഞു, ഒരു മാസവും കൂടെ കഴിഞ്ഞു. ഇനിയുള്ള ഈ മാസങ്ങളെല്ലാം വലിയ വിശുദ്ധിയോടെ നിന്നോട് ചേർന്നിരിക്കാനുള്ള ഒരു കൃപ നൽകണേ എന്ന് പ്രാർത്ഥിക്കണം. വീഴ്ചകൾ പറ്റാം, വീണ് പോയേക്കാം, ദേഹത്ത് പാപത്തിൻ്റെ ചെളികളൊക്കെ പറ്റിയേക്കാം. ഇതാ ഈശോ ആ ചെളി പിടിച്ച എന്നെ നിങ്ങളെ കെട്ടിപ്പിടിച്ച് കഴുകി ശുദ്ധീകരിക്കാൻ തയ്യാറാണ്. ഇപ്പോഴെങ്കിലും നമുക്ക് ഈശോയുടെ അടുത്തേക്കൊന്ന് തിരിച്ചു എന്നാൽ വലിയൊരു ആഹ്ലാദമായിരിക്കും. ലൂക്കാസ് സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നില്ലേ, ഈ നാണയം നഷ്ടപ്പെട്ടു പോയി. അത് കിട്ടിയപ്പോൾ അവിടെ വലിയൊരു ആഹ്ലാദം ഉണ്ടായി. 100 ആട്ടുകുഞ്ഞുങ്ങൾ കുറേ എണ്ണത്തിനകത്ത് നിന്ന് ഒരെണ്ണത്തിനെ കാണാണ്ട് പോയി. തിരിച്ചു കിട്ടിയപ്പോൾ വലിയൊരു ആഹ്ലാദം ഉണ്ടായി. ധൂർത്തപുത്രൻ സിമിലർലി, പുത്രൻ തിരിച്ചു വന്ന സമയത്ത് വലിയൊരു ആഘോഷമാണ്. ഒരു പള്ളിപ്പെരുന്നാൾ സിറ്റുവേഷൻ ആയിരുന്നു ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ സ്വർഗത്തിൽ. ഈശോ ആ ഉപമകളൊക്കെ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, തിരിച്ചു വരുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ അതിയായി ആഹ്ലാദിക്കും. ഒരു എക്സ്ട്രാ ഓർഡിനറി ഹാപ്പിനെസ്, ആനന്ദമായിരിക്കും സ്വർഗത്തിൽ നിന്ന്. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഞാനും നിങ്ങളും ഒക്കെ വീഴ്ചകൾ സംഭവിച്ച് പാപങ്ങളൊക്കെ ചെയ്തു പോയി, തകർന്ന് തരിപ്പണമായി, പന്നിക്കുഴിയിലൊക്കെ പോയി തിരിച്ചു വരാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ ഒരു പെരുന്നാൾ നടത്താൻ പറ്റും. സ്വർഗത്തിലെ പെരുന്നാളിൻ്റെ പ്രസുതേന്തിമാരാകാനുള്ള അവസരങ്ങളാണ് നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്കത് തിരുത്തി മുമ്പോട്ട് പോകാം. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 100% വിജയത്തിലേക്ക് എത്തിയിട്ട് നിങ്ങൾ ഉപദേശിക്കുമെന്നല്ല, ഞാൻ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇത് പറയുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴും ഒക്കെ അച്ചോ, അച്ഛാ വീണ് പോയില്ലേ അച്ഛാ, സങ്കടങ്ങളില്ലേ അച്ഛാ, പൊട്ടത്തരങ്ങൾ കാണിച്ചില്ലേ അച്ഛാ, പാപങ്ങളിൽ വീണ് പോകുന്നില്ലേ അച്ഛാ, എല്ലാം ഉണ്ടച്ചോ. പക്ഷേ അപ്പുറത്ത് ഈശോ ഉണ്ടച്ചോ. അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും എഴുന്നേക്കും. എത്ര തവണ വീണാലും നമ്മൾ എഴുന്നേക്കും. കാരണം ഈ പന്നിക്കുഴിയിലേക്ക്, ഈ ചെളിക്കുണ്ടിലേക്ക് കൈ നീട്ടിപ്പിടിക്കാൻ മുറിവേറ്റ ഒരു കരങ്ങളുമായിട്ട് നമുക്ക് ഈശോ ഉള്ളിടത്തോളം കാലം നമ്മൾ വീണ വഴികളൊന്നും ഓർക്കത്തില്ല, എത്ര കുഴികളിൽ പെട്ടെന്ന് ഓർക്കത്തില്ല. പന്നിക്കുട്ടനോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലും. എനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് നമ്മൾ ഓടിച്ചെല്ലും. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും ചോദിക്കാതെ, വിധിക്കാതെ, ജഡ്ജ് ചെയ്യാതെ പിന്നെ സ്നേഹിക്കുന്ന ഈശോ നമുക്കുള്ളത് കൊണ്ട് ഇനി വീഴാതിരിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. വീണ്ടും ആ അപ്പൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെന്ന് സ്വർഗത്തിൽ നമുക്കൊരാഘോഷം വീണ്ടും തുടങ്ങാം. നമ്മൾ തിരിച്ചു ചെന്നാൽ, നമ്മൾ വിശുദ്ധരുടെ പാദം പിന്തുടർന്ന വിശുദ്ധിയിലേക്ക് നമ്മൾ ചെന്നാൽ സ്വർഗം അതിയായി ആഹ്ലാദിക്കും. നമുക്ക് ആ വലിയ ആഘോഷത്തിൽ പങ്കുചേരാം. ഈശോ നമ്മളെ അനുഗ്രഹിച്ച ഒരു മാസത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമുക്ക് വേണ്ടി മാസം മുഴുവൻ നമ്മൾ ഓർത്ത എല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥത്തിന് നന്ദി പറയാം. അടുത്ത മാസത്തേക്ക് വലിയ അനുഗ്രഹമായി തീരട്ടെ. ഓഗസ്റ്റ് മാസവും ഒത്തിരി തിരുനാളുകളുണ്ട്. 15-ാം തീയതി പ്രത്യേകിച്ച് ഓർത്തേക്കണം, പരിശുദ്ധ അമ്മയുടെ വലിയൊരു സ്നേഹത്തിൻ്റെ തിരുനാൾ. ഓഗസ്റ്റ് 22-ാം തീയതി പരിശുദ്ധ അമ്മയുടെ വലിയൊരു ആഘോഷത്തിൻ്റെ തിരുനാളൊക്കെ നമുക്കുണ്ട്. വലിയ അനുഗ്രഹമായിട്ട് മാറട്ടെ. ഓഗസ്റ്റ് മാസം നമുക്ക് അഭിഷേകത്തിൻ്റെതായിട്ട് മാറട്ടെ. ഇന്ന് രാത്രി നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ പൗരോഹിത്യത്തിൻ്റെ ആശീർവാദം നിങ്ങൾ സ്വീകരിക്കുക. നമ്മൾ ഈ മാസം കേട്ട എല്ലാ വിശുദ്ധരുടെയും, കേട്ട ഓരോ വചനത്തിൻ്റെയും, അവരുടെ മാധ്യസ്ഥ സഹായവും വചനത്തിൻ്റെ ശക്തിയും നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.